നടി തൃഷയ്ക്കെതിരെ നടത്തിയ അധിക്ഷേപകരമായ പരാമർശങ്ങളുടെ പേരിൽ DMK നേതാവ് ഉദയനിധി സ്റ്റാലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചൊവ്വാഴ്ച അദ്ദേഹത്തിന്റെ വസതിയിൽ വെച്ചാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. എന്നാൽ അറസ്റ്റിനെ വെറും ഒരു തമാശയായി മാത്രമാണ് കാണുന്നതെന്നും കേസിനെ താൻ നിയമപരമായി നേരിടുമെന്നുമാണ് ഉദയനിധി മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. തഞ്ചാവൂരിൽ നടന്ന കാവേരി നദീജല തർക്കവുമായി ബന്ധപ്പെട്ട പ്രതിഷേധ സമരത്തിനിടെയായിരുന്നു കേസിനാസ്പദമായ ഈ വിവാദ പരാമർശം. തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയെ വിമർശിച്ച് സംസാരിക്കുന്നതിനിടെ സദസ്സിൽ നിന്ന് തുടർച്ചയായി തൃഷ എന്ന മുദ്രാവാക്യം ഉയർന്നപ്പോൾ ഉദയനിധി ചിരിച്ചുകൊണ്ട് നൽകിയ മറുപടിയാണ് വിവാദങ്ങൾക്ക് വഴിവെച്ചത്. വെള്ളം മറ്റെവിടെ എത്തിയില്ലെങ്കിലും അവിടെ എത്തണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ദ്വയാർത്ഥ പ്രയോഗം. திமுக மேல என்ன பொய் வழக்கு போடலாம், என்ன பொய் கேஸ் போடலாம், எங்க தண்ணி வருதோ இல்ல அங்க தண்ணி வரணும். காவிரி சொன்ன താൻ കാവേരി ജലത്തെക്കുറിച്ചാണ് പറഞ്ഞതെന്ന് അദ്ദേഹം പിന്നീട് വിശദീകരിച്ചെങ്കിലും ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചു. മുഖ്യമന്ത്രി വിജയും നടി തൃഷയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ചില വ്യാജ പ്രചാരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്നതിനിടയിലാണ് ഉദയനിധിയുടെ ഈ പരാമർശം. സംഭവത്തിൽ ശക്തമായ പ്രതിഷേധവുമായി മുഖ്യമന്ത്രി വിജയയുടെ പാർട്ടിയായ തമിഴക വെട്രിക്കഴകം രംഗത്തെത്തി. ഉദയനിധിക്കെതിരെ കർശന നടപടി ആവശ്യപ്പെട്ട് TVK ദേശീയ വനിതാ കമ്മീഷനെ സമീപിച്ചിട്ടുണ്ട്. സ്ത്രീകൾക്കെതിരെയുള്ള ഇത്തരം മോശം പരാമർശങ്ങൾ ഒരു പൊതുപ്രവർത്തകന് യോജിച്ചതല്ലെന്നും ഇതിൽ ഉപാധികളില്ലാതെ അദ്ദേഹം പരസ്യമായി മാപ്പ് പറയണമെന്നും പാർട്ടി കത്തിൽ ആവശ്യപ്പെട്ടു. DMKയുടെ രാഷ്ട്രീയ നിലവാര തകർച്ചയാണ് ഇത് കാണിക്കുന്നതെന്നും ശ്രദ്ധ പിടിച്ചുപറ്റാനുള്ള വില കുറഞ്ഞ പ്രകോപനമാണിതെന്നും TVK MLA ദേവന്ത് ശരൺ രൂക്ഷമായി വിമർശിച്ചു. അതേസമയം ഉദയനിധിയുടെ ദ്വയാർത്ഥ പ്രയോഗം അങ്ങേയറ്റം അറപ്പുളവാക്കുന്നതും ലജ്ജാവഹവുമാണെന്ന് തമിഴ്നാട് BJP മുഖ്യ വക്താവ് നാരായണൻ തിരുപ്പതി Xൽ പ്രതികരിച്ചു. അമ്മയോ ഭാര്യയോ മകളോ ഉള്ള ഒരു വ്യക്തിയും ഇത്രയും അശ്ലീലമായി സംസാരിക്കില്ലെന്നും അദ്ദേഹം കുറിച്ചു.